നമസ്കാരം എല്ലാവർക്കും. എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? ഓക്കെ, ചിങ്ങ ഒന്ന് എങ്ങനെയായിരുന്നു? എല്ലാവർക്കും നല്ല ദിവസമായിരുന്നല്ലോ അല്ലേ? ഹോപ്പ്ഫുള്ളി നമ്മുടെ ലൈവ് വളരെ നല്ലതായിരുന്നു. ഇന്നലെ മെമ്പേഴ്സ് ലൈവ് കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അത് കാരണം വന്നവരുടെ എല്ലാം ഡീറ്റെയിൽഡായിട്ട് തന്നെ നോക്കാനും ആൻസേഴ്സ് കൊടുക്കാനും എല്ലാം പറ്റി. ഡൗട്ട്സ് ഉണ്ടായിരുന്നൊക്കെ വീണ്ടും ക്ലിയർ ചെയ്യാൻ പറ്റി. സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് നല്ലതായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇന്നത്തെ ലൈവ് നോക്കണം. ഞാൻ ലൈവിന് മുന്നേ ആണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ലൈവ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാം. ഇന്നലെ നമ്മൾ നോക്കി നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് അല്ലേ, ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണെന്ന് നമ്മൾ നോക്കി. അതേപോലെ ഇന്നലെ ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് നിങ്ങളോടുള്ള ഫീലിങ്സ് വേഴ്സസ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്നലെ അവിടെ നിർത്തിയത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള അവരുടെ ഫീലിങ്സ് എന്താണെന്ന് ഷോർട്ടായിട്ടേ നോക്കുള്ളൂ. കാരണം 11 മണിക്ക് ലൈവ് ഉണ്ട്. ഇപ്പം തന്നെ ഏകദേശം 10 മണി ആവാറായി. അപ്പം ഞാൻ ക്വിക്കായിട്ട് ഒന്ന് നോക്കി പോവാം. ആൽഫബറ്റ് വെച്ചിട്ടുള്ള റീഡിങ്ങിന് റിക്വസ്റ്റ് കുറേ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യാം. ലൈവ് ഇല്ലാത്ത ദിവസം അത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ലൈവ് ഇല്ലാത്ത ദിവസം ഞാൻ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ തുടങ്ങിയാലോ നമുക്ക്? നമഃശിവായ. ഡിവൈൻ, എനിക്ക് എന്നറിയേണ്ടത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയോടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെയും ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ള സമീപനം എന്താണ്, അവരോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നാണ് എനിക്കറിയേണ്ടത്. ഒന്ന് കാണിച്ചു തരും. ഞാൻ പറയണ്ടല്ലോ, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എത്രത്തോളം റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഇതിൽ എന്ത് റിസൾട്ട് വന്നാലും ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല എന്ന് പ്രത്യേകം ആലോചിക്കുക. ഓക്കെ, നമുക്ക് ലൈവിൽ വരുമ്പോൾ കുറേയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പേഴ്സണൽ റീഡിങ്സ് എടുക്കുമ്പോഴേ നിങ്ങളുടെ ലൈഫിലുള്ള ആക്ച്വൽ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതൊരു ജനറൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് നോക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് വെച്ച് ടെൻഷനായിട്ട് ദിവസം ചീത്തയാക്കരുത്. ഓക്കെ, എടുക്കുകയാണ് ഞാൻ. പേജ് ഓഫ് കപ്സ്, കെൽറ്റിക് ഒന്നും അല്ല, റെഗുലർ ആണ് കേട്ടോ. 2 ഓഫ് സ്വാർഡ്സ്, മജീഷ്യൻ, 7 ഓഫ് സ്വാർഡ്സ്, ഡെവിൾ. അതെന്തായാലും വരുമായിരുന്നു. 5 ഓഫ് സ്വാർഡ്സ്, 6 ഓഫ് പെൻഡക്കിൾസ്, 7 ഓഫ് കപ്സ്. കാർഡ് ഞാൻ എടുക്കുന്നില്ല, കാരണം എനിക്കിനി ബോട്ടം ഓഫ് ദി ഡെക്ക് മാത്രം മതി എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ആ 2 കാർഡ് കൂടെ എടുക്കണോ? Give me 2 more cards. 2 more cards, please. Okay. 6 of cups, Ace of Pentacles, bottom of the deck വന്നിട്ട് Queen of Wands. ആക്ച്വലി ഇതിൽ പോസിറ്റീവും നെഗറ്റീവും കാർഡ്സ് എന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇല്ലയെന്ന് ഞാൻ നുണ പറയില്ല. ചിലരുടെ അവിടെ കുറച്ച് പോസിറ്റീവ് ഫീലിങ്സ് ഇന്ന് തേർഡ് പാർട്ടിയോട് കാണുന്നുണ്ട്. ഇതാരുടെയൊക്കെ എനർജിയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇവിടെ ഞാൻ ഷോർട്ടായിട്ട് ചിലപ്പോൾ ഓരോ കാർഡ് വെച്ചൊക്കെ ഞാൻ എടുത്ത് ക്ലാരിഫൈ ചെയ്ത് പോവുള്ളൂ കേട്ടോ, കാരണം സമയം ആയി. ചിലരുടെ തേർഡ് പാർട്ടി അവരുടെ മെസ്സേജസ് കാര്യങ്ങളെല്ലാം ഇവരെന്ത് ചെയ്യുന്നു, ഇവരാരോട് സംസാരിക്കുന്നു എന്നെല്ലാം ഇങ്ങനെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നതായിട്ടും അവരെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലരെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് ഓവർ തിങ്കിങ് അവിടെ എന്തായാലും ഉണ്ട്. മജീഷ്യൻ വെച്ചിട്ട് അവർ ഈ തേർഡ് പാർട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണോ അതോ മാനിഫെസ്റ്റ് ചെയ്യുകയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ,
അതേപോലെ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നതായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരെ ഒളിച്ചാണ് ഇവർ ചെയ്യാറ്. ചിലർക്ക് അവരുടെ തേർഡ് പാർട്ടിയോട് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്, നെഗറ്റിവിറ്റി ആണ് അവരുടെ ലൈഫിൽ ഉള്ളത് എന്ന് അവർ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു കേട്ടോ. ചിലർ ഈ കൺഫ്യൂഷനിൽ പെട്ടിട്ട് ഡിസഗ്രിമെൻറ്റ്സ് ആണ്, ഫൈറ്റാണ് ഇവരുടെ വീട്ടിൽ. ലൈക്ക് തേർഡ് പാർട്ടി ഉള്ളവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഡിസഗ്രിമെൻറ്റ്സ് അവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ ഒരു ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് നടക്കുന്നതായിട്ടും ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ പലരും ലോങ് ടേം മാരീഡാണ്. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയുന്നവിടെ ഒന്നുകിൽ ഇത് ഇവരുടെ പാരൻസ് ആണ്. കാരണം ലോങ് ടേം ആയിട്ട് ഒരുപാട് വർഷത്തെ ബന്ധം അവിടെ കാണുന്നു. അതുകൊണ്ട് ഒന്നുകിൽ ഇത് ഇവരുടെ പാരൻസ് ആണ് ഈ തേർഡ് പാർട്ടി, അല്ലെങ്കിൽ ഇവർ മാരീഡ് ആണെങ്കിൽ ഒരുപാട് കാലമായിട്ട് മാരീഡ് ആയിരിക്കും കേട്ടോ. 1-2 കൊല്ലമൊന്നുമല്ല, ഒത്തിരി കാലമായിട്ട് മാരീഡ് ആയിട്ടാണ് കാണുന്നത്. അതും ഒരു തടസ്സമാണ്. ഇത്ര കാലത്തെ മാരേജിന് ശേഷം എങ്ങനെ വിടുമെന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ചിലരെങ്കിലും അവരുടെ ആ തേർഡ് പാർട്ടിയുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളെ സൈഡ് ട്രാക്ക് ചെയ്തിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നതായിട്ട്, ഇതെല്ലാം ക്ലാരിഫൈ ചെയ്യുമ്പോഴേ എക്സാക്ട് സിറ്റുവേഷൻ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, ചിലർക്കെങ്കിലും തോന്നുന്നുണ്ട് അവരുടെ തേർഡ് പാർട്ടി ഇവരെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ സ്ത്രീ പുരുഷൻ എന്നില്ല, അവരുടെ തേർഡ് പാർട്ടി ഇവരെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓവർ കോൺഫിഡൻ്റ് ആണ് ഇവർ എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. കാരണം എല്ലാ കാര്യത്തിലും കയറി തലയിടുന്ന മട്ടിൽ അവർ കൺട്രോൾ ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. രാശികളെ ഞാനൊക്കെ ക്ലാരിഫൈ ചെയ്ത് പോകുന്നതിനനുസരിച്ച് പറയാം. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. പേജ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ വരാൻ കാര്യം ഡിവൈൻ? ഇവിടെ എന്തുകൊണ്ടാണ് പേജ് ഓഫ് കപ്സ് വന്നത്? അതായത് ഇവർ ഞാൻ പറഞ്ഞില്ലേ, റെസ്ട്രിക്റ്റ് ചെയ്യാണ് അവരെ. റെസ്ട്രിക്ഷൻ കൊണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ഹൈലി മിസ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു. പക്ഷേ അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നത് ഇവരുടെ തേർഡ് പാർട്ടി, ഇവരുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി ഇവരെ വളരെയധികം കൺട്രോൾ ചെയ്യുകയും ഇവരുടെ വാട്സാപ്പ്, നിങ്ങൾ എന്ത് മെസ്സേജ് അയക്കുന്നു, എല്ലാ സോഷ്യൽ മീഡിയ എല്ലാം ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ സോഷ്യൽ മീഡിയ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബലമായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് അവരൊരു റെസ്ട്രിക്റ്റഡ് മോഡിൽ ഇരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷനും കൂടെ ഞാൻ നോക്കിപ്പോവാം. നെക്സ്റ്റ് ആക്ഷൻ വരുന്നുണ്ടോ ഡിവൈൻ? ഇവിടെ എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ വരുന്നുണ്ടോ? സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് കേട്ടോ. ഹാങ്ഡ് മാൻ ആണ്, സ്റ്റക്ക് സിറ്റുവേഷൻ ആണ്. പൈസസ്, മീന രാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം. കർക്കടകം, വൃശ്ചികം, മീനം രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. പൈസസ്, മീന രാശിയും കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ക്ലാരിഫൈ 2 of swords, please clarify 2 of swords. Clarify 2 of swords, please. ക്വിക്കായിട്ട് പറഞ്ഞു പോകട്ടോ. ഇന്ന് നമ്മൾ ആൽഫബറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് രണ്ട് ഫീലിങ്സും ഞാൻ നോക്കാം. അവിടെ അവർ ക്രോസ് റോഡ് സിറ്റുവേഷനിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ ടെമ്പറൻസും 9 of swords ആണ് വന്ന് ഇവർക്ക് ആ ടെൻഷൻ സഹിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനാണ്. ഇവർ ഒരു ഹീലിങ്ങിൽ കൂടെ, ഇത് നിങ്ങളും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെയും എനർജി ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. സ്ട്രെസ്സ് സഹിക്കാൻ വയ്യാതെ ക്രോസ് റോഡ് സിറ്റുവേഷനാണ്, കൺഫ്യൂഷനാണ്, തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല, ഇമോഷണലി ഹൈലി ഇംബാലൻസിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് തോന്നി ഒന്ന് ഹീലിങ്ങിൽ കൂടെയൊക്കെ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് പലരും മെഡിറ്റേഷൻ, ഹീലിംഗ് മുതലായ കാര്യങ്ങളൊക്കെ ഡിവൈനിലേക്ക് കൂടുതൽ തിരിയുന്നതായിട്ട് കാണുന്നു. ഭഗവാനെ കൂടുതൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളൊരു പള്ളി, അമ്പലം അങ്ങനെയൊക്കെ റെഗുലറായിട്ട് പോകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ പലരും അവരിൽ പലരും ഒക്കെ രണ്ട് സൈഡിലും കാണുന്നുണ്ട്, പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ക്രോസ് റോഡ് സിറ്റുവേഷൻ, അവർക്ക് അവിടെ സമാധാനം ഇല്ല എന്നുള്ള സിറ്റുവേഷനാണ്. മനസ്സിലായില്ലേ? ക്രോസ് റോഡ് സിറ്റുവേഷൻ വരുന്ന അവിടെ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല,
നിങ്ങളുടെ അടുത്തേക്ക് വരാനും പറ്റുന്നത്, നിങ്ങളെ വിട്ട് കളയാനും പറ്റുന്നില്ല. അപ്പോൾ ടോട്ടൽ കൺഫ്യൂഷനാണ്. അപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഡിവൈനിന് മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു ചിന്തയിൽ ഇവർ കൂടുതലായിട്ട് ഡിവൈനിൻ്റെ അടുത്തേക്ക് തിരിയുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ അവരുടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അവരവിടെ ഹാപ്പി അല്ല. ഓക്കെ, ഹാപ്പി അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ അവർ വന്നത് അല്ലേ. അവരവിടെ സ്റ്റക്ക് സിറ്റുവേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ് ധനുരാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു പ്രയർ ഗ്രൂപ്പിലോ അങ്ങനെയൊക്കെ വെച്ച് കണ്ട ആൾക്കാരായിരിക്കണം. പള്ളി, അമ്പലം അങ്ങനെയൊക്കെ നിങ്ങൾ പ്രാർത്ഥന ഗ്രൂപ്പ് അങ്ങനെയൊക്കെ അവിടെയൊക്കെ വെച്ച് നിങ്ങൾ തമ്മിൽ കണ്ടതായിരിക്കും. ലോങ് ഡിസ്റ്റൻസ് ആവാനും സാധ്യതയുണ്ട് കേട്ടോ. ക്ലാരിഫൈ പ്ലീസ് ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ. വിൽ ദർ ബി എനി നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ? മാനിഫെസ്റ്റേഷൻ തന്നെയാണ് കാണുന്നത്. അവർ മാനിഫെസ്റ്റ് ചെയ്യാണ്. ഇത് ഈ സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കിടക്കാൻ സഹായിക്കണം എന്ന് ഡിവൈൻ്റെ അടുത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അല്ലാതെ അവർക്ക് അവിടെ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. തേർഡ് പാർട്ടിയുമായിട്ട് അവർ ഹാപ്പി അല്ല. അവിടെ ടോറസ് രാശി, ഇടവ രാശിക്കാരും കൂടെ അവിടെ കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. മജീഷ്യൻ ക്ലാരിഫൈ ചെയ്തതിന് ശേഷം ഞാൻ പറയാം. ക്ലാരിഫൈ മജീഷ്യൻ പ്ലീസ്. Divine, please clarify magician for me. Knight of Swords and 3 of Swords. രണ്ടും സ്വാർട്സ് ആണല്ലോ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലം നിങ്ങൾ സ്ട്രോങ് തേർഡ് പാർട്ടിയാണ് ഇവിടെ കേട്ടോ. കാരണം 3 of Swords ആണ് വന്നിരിക്കുന്നത്. വെരി സ്ട്രോങ് തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലം നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ഇപ്പോൾ ടോട്ടലി നോ കോണ്ടാക്റ്റ് ആയിരിക്കും ഈ സമയത്ത്. ഓക്കെ, അവിടെ അവർ മറന്നിട്ടില്ല നിങ്ങളെ. ഓക്കെ, അവരോടുള്ള ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് യാതൊരു ഫീലിങ്ങും ഇല്ല. കാരണം ഇവർ കാരണം അവർ അവിടെ എന്താ പറയുക, ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്, വളരെ വേദനയിലാണ് അവർ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്താണ് എക്സാക്റ്റ് ഫീലിംഗ്? അതിനൊരു കാർഡ് തരൂ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ എക്സാക്റ്റ് ഫീലിംഗ് അവരുടെ തേർഡ് പാർട്ടിയെ പ്രതി ഈ കേസിൽ എന്താണ്? ഇവർക്ക് ഹാർട്ട് ബ്രേക്ക് അവർ മൂലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടുള്ള എക്സാക്റ്റ് ഫീലിംഗ് ഒന്ന് കാണിച്ചു തരൂ. കുട്ടികൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ അവർ ഇമോഷണലി ഇവരെ ഇത് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരെ സ്റ്റക്കായിട്ട് ഇരുത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ അവർ ഹാപ്പി അല്ല. ഹാപ്പി ആണെന്ന് പറയാൻ പറ്റില്ല, ഹാപ്പി ആയിട്ട് ഭാവിക്കുകയാണ്. ഓക്കെ, അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ് അവർക്ക്. പക്ഷെ അവർ പുറമേക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നും തോന്നില്ല. അവർ സാധാരണ ലൈഫ് ജീവിച്ച് പോകുന്നുണ്ടായിരിക്കും, അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിച്ച് പോകുന്നുണ്ടായിരിക്കും. അവർ അവരുടെ കർമ്മത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സിറ്റുവേഷൻ ശരിയാവാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കും. അവർ അവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് അവർ ഹാപ്പി ആണെന്ന് കാണിക്കുന്നുണ്ടാവും പുറമേക്ക്. കാരണം മജീഷ്യൻ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. അതായത് വേണ്ടി വന്നാൽ എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് മജീഷ്യൻ അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരുടെ പോക്കറ്റിൽ ഉണ്ടായിരിക്കും. ഇവർ അതായത് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയെ. പുറമേക്ക് കുട്ടികളും വൈഫൊക്കെ ആയിട്ട്, വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അവരുമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന പോലെ ഇവർ കാണിക്കുന്നുണ്ടാവും, പുറമേക്ക് യാതൊന്നും കാണിക്കുന്നുണ്ടാവില്ല. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. അവിടെ 5 of Swords ആക്ഷൻ ഒന്നും വരുന്നില്ല കേട്ടോ. അവരങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ചിങ്ങ രാശിക്കാർ, ലിയോ രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഇടവ രാശി, ടോറസ് കുറച്ച് കൂടുതലായിട്ടുണ്ട്. സ്വാർട്സ്, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. സ്വാർട്സ് തന്നെയാണ് കൂടുതലായിട്ടും. ലിബ്ര, ജമുന, അക്വേറിയസ് ആണ്. തുലാം, മിഥുനം, കുംഭമാണ് കുറച്ച് കൂടുതലായിട്ട് അവിടെ ബാക്കി കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. Clarify 7 of Swords, please. Please clarify 7 of Swords. Clarify 7 of Swords. Clarify 7 of Swords, please.
ഓക്കെ, അവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് ഒന്നുകിൽ ഇവരുടെ ഈഗോ, ഓക്കെ, ഈഗോ, പ്രാക്ടിക്കാലിറ്റി, അതൊക്കെയാണ് ഒരു തടസ്സമായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ അവിടെ തേർഡ് പാർട്ടി, എക്സാക്ട് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു നോക്കിയാൽ ഇവരുടെ ഫാദർ, അല്ലെങ്കിൽ ഫാദറിനെ പോലെ ഇവർ കരുതുന്ന ആരോ എന്ന് ആണ് കാണുന്നത്. ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവരെ ഒളിച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കാരണം ഇവർക്ക് ഈ പേഴ്സണെ പേടിയാണ്. ഇവർ ഭയങ്കര കൺട്രോളിങ് ആയിട്ട് ഉള്ള ഒരാളാണ്. കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അതേപോലെ സോഷ്യൽ സ്റ്റാറ്റസ്, അതിനെ പറ്റിയിട്ടൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഈ തേർഡ് പാർട്ടി അവിടെ കേട്ടോ. അത് അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ എടുത്തോളൂ. ഫാദർ എന്ന് മാത്രമാക്കണ്ട, ഹോൾ ഫാമിലിയിൽ നിന്ന് തന്നെ എടുത്തോളൂ. അവർ കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കണം. അതായത് സൊസൈറ്റിയിൽ ഇവർ അറിയപ്പെടുന്ന ഒരാളാണ്. ഇവർക്ക് ശീലം, ഇവർ തീരുമാനിക്കും, ബാക്കിയുള്ളവരനുസരിക്കും. അങ്ങനെ ഒരു ഇതാണ് അവർക്ക്. അങ്ങനെയാണ് അവർ ജീവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതായത് സമൂഹത്തിൽ ഇത്തിരി പിടിപാടുള്ള ആളായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളുടെ പേഴ്സണെ പേടിയാണ്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും എല്ലാം. ഇവരറിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ പേഴ്സൺ അറിയാതെ ആയിരിക്കും ഇവർ കോണ്ടാക്ട് ചെയ്യേണ്ടാവുക കേട്ടോ. മേട രാശി, ഏരീസ് രാശി കൂടുതലായിട്ടുണ്ട്. ലിബ്ര, ജംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. മേടരാശിക്കാരെ ഏറ്റവും കൂടുതലായിട്ട് കേട്ടോ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഫീലിംഗ് എന്താണ്? അവിടെ ഭയം, തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പേജ് ഓഫ് വോൺസ് ആണ്. കോണ്ടാക്ട് വരുന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പേഴ്സണെ ഒളിച്ചിട്ട് വേണം അവർക്ക് ചെയ്യാൻ. കാരണം അവർക്ക് അവരുടെ ആ തേർഡ് പാർട്ടിയെ പേടിയാണ് എന്നാണ് കാണിക്കുന്നത്. അവരെ എതിർത്ത് മുന്നോട്ട് വന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് അവിടെ കാണിക്കുന്നത്. ക്ലാരിഫൈ ഡെവിൾ. അവിടെ ഇവർക്ക് തോന്നുന്നത് അവരുടെ തേർഡ് പാർട്ടി ഫുൾ നെഗറ്റീവ് ക്യാരക്ടറുള്ള ആളാണ് എന്ന് തന്നെയാണ് അവിടെ തോന്നുന്നത്. യാതൊരു സംശയവും വേണ്ട. അവിടെ 2 ഓഫ് വോൺസ് ആണ്. ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. അതായത് ഇവർ ഫൈനാൻഷ്യലി, അതായത് ഈ തേർഡ് പാർട്ടി ഉണ്ടല്ലോ, അവർ ഫൈനാൻഷ്യലി നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ പൈസയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ അമ്മ ആയിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ക്വീൻ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ ഫാമിലി എന്നെടുത്തോളൂ. അവിടെ എനർജി മാത്രം നോക്കിയാൽ മതി. നിങ്ങളെ ബലമായി ലോങ് ഡിസ്റ്റൻസിലും ആക്കിയിട്ടുണ്ടാവണം ഇവർ കേട്ടോ. ബലമായിട്ട് നിങ്ങളുടെ പേഴ്സണെ പുറത്തേക്ക് പറഞ്ഞയക്കുക. ഓക്കെ, ലൈക്ക് ജോലി സംബന്ധമായിട്ട് ദൂരെ എവിടേക്കെങ്കിലും ആക്കുക. അങ്ങനെയൊക്കെ ഇവർ ഫോഴ്സ്ഫുള്ളി സെപ്പറേറ്റ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവർ നിങ്ങളെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. കൂടുതലായിട്ടും സ്പെൽസ്, ബ്ലാക്ക് മാജിക് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ബലപൂർവം ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സെപ്പറേറ്റഡ് ആണ് നിങ്ങൾ എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇവർക്ക് നിങ്ങളുടെ പേഴ്സണ് ഇവരെ ഫൈനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഇവർ പറയുന്നത് അനുസരിച്ച് ഇരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. കാപ്രിക്കോൺ, മകര രാശിക്കാരെ കുറച്ച് കൂടുതലായിട്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. വിൽ ദെയർ ബി എനി നെക്സ്റ്റ് ആക്ഷൻ ഫ്രം മൈ വ്യൂവേഴ്സ് പേഴ്സൺ? കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടും എൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് ഇപ്പം അറ്റ് പ്രസൻറ്റ് എൻ്റെ കയ്യിൽ ടവറാണ് കേട്ടോ. അപ്പോൾ ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നില്ല. അവിടെ പേടിച്ച് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവിടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു ഇതിൽ നിന്ന് ചാടി പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അവിടെ ടോട്ടലി സ്റ്റക്ക് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ 5 ഓഫ് സോർട്സ്. ക്ലാരിഫൈ 5 ഓഫ് സോർട്സ് പ്ലീസ്. ക്ലാരിഫൈ 5 ഓഫ് സോർട്സ്. അവിടെ ഫാമിലി തന്നെയാണ് അവരുടെ തേർഡ് പാർട്ടി. ഫൈനാൻഷ്യൽ ഇഷ്യൂവുമുണ്ട്. ഫാമിലി എന്ന് പറയുമ്പോൾ ഏത് തരം ഫാമിലി ആവാം അറിയാലോ. ലൈക്ക് ഈവൻ അതിൽ കൂടുതലായിട്ട് എനിക്ക് പാരൻസ് ആണ് റിഫ്ലക്റ്റ് ആവുന്നത് കേട്ടോ. അവിടെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്.
ഫാമിലിയുടെ ഇടപെടലും ഉണ്ട്. അതിൻ്റെ ഇടപെടൽ മൂലം അവിടെ ഒരു എനർജി സ്ലോയിങ് ഡൗണിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർക്കവിടെ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ എനർജി ടോട്ടലി സ്ലോ ഡൗൺ ആയിട്ട് റെസ്പോൺസിബിലിറ്റിയുടെ എനർജി കൂടുതലും റിലേഷൻഷിപ്പിൻ്റെ എനർജി കുറവുമായിട്ടാണ് അവിടെ കാണുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ് ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ. അവർ ഫൈനാൻസസിൽ തന്നെ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ, ഫാമിലിക്ക് പൈസ കൊടുക്കുക, ഫാമിലിക്ക് വേണ്ടി സമ്പാദിക്കുക എന്നുള്ളതിലൊക്കെയാണ് ഇവരുടെ ഫോക്കസ് ഇപ്പോൾ. കാരണം പെൻറ്റക്കിൾസോട് പെൻറ്റക്കിൾസ് ആണ്. ഫൈനാൻസസിൽ മാത്രം ശ്രദ്ധിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. എക്സ്ക്യൂസ് മീ. അവിടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇനി 6 ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ക്ലാരിഫൈ 6 ഓഫ് പെൻറ്റക്കിൾസ്. പ്ലീസ് ക്ലാരിഫൈ 6 ഓഫ് പെൻറ്റക്കിൾസ്. പ്ലീസ് ക്ലാരിഫൈ 6 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ ഫാമിലിയുടെ അടുത്ത് എഫിനിറ്റി ആണ് കാണുന്നത് കേട്ടോ. മനസ്സിലായല്ലോ. അവിടെ ഡിപ്പെൻഡൻസിയും. 6 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് കപ്സ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, അവിടെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫാമിലീനെ, അതായത് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണ്. അവിടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവർ ദേഷ്യമൊന്നും കാണിക്കാറില്ല. ഓക്കെ, തേർഡ് പാർട്ടിയുടെ അടുത്ത് അവർ ഇപ്പോൾ രമ്യതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ എല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. പുറമേക്ക് ഇവർ യാതൊരു തകരാറും ഭാവിക്കേണ്ടാവില്ല അവരുടെ വീട്ടിൽ. ഓക്കെ, ആ തേർഡ് പാർട്ടിയുടെ അടുത്ത് എല്ലാ സഹായവും അവർ ചെയ്യും. ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യേണ്ടുന്ന കടമകളെല്ലാം ഇവർ പ്രോപ്പറായിട്ട് ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് അവിടെ കാണുന്നുണ്ട്. പക്ഷേ അവർ മനസ്സിൽ ഹോപ്പ് ചെയ്യേണ്ട ഈ സിറ്റുവേഷൻ രമ്യതയിൽ പരിഹരിച്ച്, ഫ്രണ്ട്ലി ആയിട്ട് പരിഹരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇപ്പോൾ യാതൊന്നും ഇവർ അറിയിച്ചിട്ടില്ല. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ കാര്യം അറിയില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അവരവിടെ ഇവരെ വിശ്വസിച്ച് ഇവർ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് തേർഡ് പാർട്ടി അവിടെ ഇരിക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ ദ നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ്. നെക്സ്റ്റ് ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിനെ പ്രതിയുള്ള നെക്സ്റ്റ് ആക്ഷൻ കാണിച്ചു തരൂ. അവിടെ സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് ഇവർക്ക് അറിയില്ല. ഓക്കെ, അവിടെ സമയം തനിയെ മാറി വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫാമിലി അല്ലെങ്കിൽ അവിടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവർക്ക് പറയത്തക്ക ഇഷ്യൂസ് ഇല്ല എന്നാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക മനസ്താപം അങ്ങനെയൊന്നും ഇല്ല അവിടെ. അവിടെ വളരെ നോർമലായിട്ട് അവർ ലൈഫ് ജീവിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, പിന്നെ വോൺസ് അല്ലേ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം തന്നെ. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് എല്ലാ രാശിയും തന്നെ അവിടെ വന്നു. ഓക്കെ, പക്ഷെ ഇത് കുറച്ച് കൂടുതലായിട്ട് കണ്ടതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. എത്ര പേർക്ക് എത്ര സിനാരിയോസ് ആണ് ലൈഫിൽ അല്ലേ. 7 ഓഫ് കപ്സ് വരുന്ന അവിടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അവിടെ തേർഡ് പാർട്ടിയായിട്ട് വരുന്നതെങ്കിൽ ഓക്കെ, അവിടെ ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. മാനസികമായിട്ട് ഒരുപാട് ഒറ്റപ്പെടൽ ഇവർ അനുഭവിക്കുന്നുണ്ട്. അവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് ആയിട്ടാണ് കാണുന്നത്. ലൈഫിൽ ഒരുപാട് ബാധ്യതകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ട് ഇവർ ഫോഴ്സ്ഫുള്ളി സ്വയം ഒന്ന് തടഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ വളരെ ആഗ്രഹമുണ്ട് താനും കേട്ടോ. കന്നി രാശിക്കാർ, വിർഗോ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു കൂടുതലായിട്ട് അവിടെ കാണുന്നു. അവിടെ വേറെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് എനിക്ക് ആസിറ്റീസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, ഇവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ടും ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ടുമാണ് കാണുന്നത്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് താനും.
കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, തുലാം രാശി, തുലാം, മിഥുനം, കുംഭം, ലിബ്ര, ജമുന, അക്വേറിയസും കൂടെ ഇവിടെ കണക്റ്റായി. ക്ലാരിഫൈ 6 of cups, clarify 6 of cups, clarify 6 of cups, Queen of cups and Hierophant. ഞാൻ പറഞ്ഞില്ലേ ലോങ് ടേം ഇത് രണ്ട് രീതിയിലും കണക്റ്റ് ആവുന്നുണ്ട്. ഒന്നുകിൽ ഇത് ഇവരുടെ പാരൻസ് ആണ്, കാരണം ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻ ആണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ മാരീഡ് ആണെങ്കിലും ഇവർ തമ്മിലുള്ള റിലേഷൻ, അതായത് ഈ തേർഡ് പാർട്ടിയുമായിട്ട് വെരി ലോങ് പീരീഡിലേക്ക് ഇവർ മാരീഡാണ് എന്നാണ് കാണുന്നത്. ഒരുപാട് കാലത്തെ ഓർമ്മകൾ ഇവർക്ക് ഉണ്ട്. സോഷ്യലി മാരീഡാണ്. അപ്പോൾ ട്രഡീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. സോഷ്യൽ സ്റ്റാറ്റസ് ഒന്നും ഇവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതേപോലെ ഇമോഷണൽ ആണോ ചോദിച്ചാൽ ഇമോഷണൽ ആണ്. ഇവിടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരെയാണ് അവർക്ക്, മനസ്സിലായില്ലേ? ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പാരൻസിനോട് നാച്ചുറലി ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. സ്പൗസ് ആണെങ്കിലും ഇവർക്ക് ഇവരുടെ സ്പൗസിൻ്റെ അടുത്ത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ്. കാരണം ഇവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നിപ്പോയി, ഓക്കെ. പക്ഷേ അതേസമയം അപ്പുറത്ത് അവർക്ക് അവരോടും യാതൊരു പ്രശ്നവും ഇല്ല. അതായത് അവിടെയും വിടാൻ വയ്യ, ഇവിടെയും വിടാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഹൈലി ഇമോഷണലായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവരുമായിട്ട് ഇവർക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്, ഓക്കെ. അവിടെ സ്നേഹക്കുറവൊന്നും കാണുന്നുമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ പറയേണ്ടി വരും, കാണുന്നത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഓക്കെ. അല്ല അവരെ ഇഷ്ടമില്ല എന്ന് എനിക്ക് അവിടെ ഇതാണ് ഡെസ്പറേറ്റ് ആണെന്നൊന്നും പറയാനും മാത്രം ഒന്നും ഇവിടെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവർക്ക് അവരെ വിടുന്ന കാര്യമൊക്കെ ആലോചിക്കാൻ പറ്റില്ല. കാരണം ഇവർക്ക് നല്ല മെമ്മറീസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവരുടെ ലൈഫിൽ, ഓക്കെ. അവർ പറയത്തക്ക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുമില്ല ഇവരുടെ ലൈഫിൽ, മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കും എന്ന് അറിയാൻ വയ്യാത്തൊരു സ്ഥിതിയിൽ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് മുന്നോട്ട് വരാനുള്ള വളരെ സ്ട്രോങ് തടസ്സം അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നത്. ടോറസ് രാശിക്കാർ, ഇടവ രാശിക്കാർ ഒരുപാട് കൂടുതലായിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ആണ് ബാക്കി. കർക്കിടകം, വൃശ്ചികം, മീനം. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുമോ? ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുന്നതായിട്ട് കാണുന്നുണ്ടോ? നെക്സ്റ്റ് ആക്ഷൻ അവിടെ ഫാമിലിക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ്. ഫാമിലി സ്റ്റെബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. വീണ്ടും കപ്സാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് കേട്ടോ. ഫാമിലി സ്റ്റെബിലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. നെഗറ്റീവ് കാണുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഞാനത് മാറ്റി പറഞ്ഞാൽ ദൈവം മുകളിലിരുന്ന് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ എനിക്ക് തെറ്റ് നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങളെ സമാധാനിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല കേട്ടോ. ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ഏസ് ഓഫ് നിങ്ങളോട് ഫീലിംഗ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളോട് ഫീലിംഗ് ഉണ്ട്. ഞാനതാ പറഞ്ഞ അവിടെയും വിടാൻ വയ്യ, ഇവിടെയും വിടാൻ വയ്യ എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ. ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പ്ലീസ്. അവിടെ നിങ്ങളെ ഒന്ന് വിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ മൂലം കൂടുതലായും പൈസ സംബന്ധമായ കാര്യം പറഞ്ഞിട്ട് ഇവർ നിങ്ങളെ വിട്ട് നിൽക്കുക. അവിടെ കരിയറൊക്കെ ആയിരിക്കണം തേർഡ് പാർട്ടി ആയിട്ട്, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കണം തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുണ്ടാവുക. നിങ്ങൾ തമ്മിലൊന്ന് ടെമ്പററിലി വിട്ട് നിൽക്കുകയായിരിക്കും. അവിടെ ഇവരൊരു പ്രപ്പോസലായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അവിടെ അവരൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നു വർക്കിൽ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, ഓക്കെ. നല്ലൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ധൈര്യമായി മുന്നോട്ട് വരാം എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ വേറെ ഒരു തേർഡ് പാർട്ടി കാണുന്നില്ല. കരിയർ, പെൻറ്റക്കിൾസ്, കാശ് ആണ് അവിടെ പ്രശ്നമായിട്ട് കാണുന്നത്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ട്, ഓക്കെ. അവിടെ തേർഡ് പാർട്ടി എന്ന് പറയാനൊരു സിറ്റുവേഷൻ ഫൈനാൻഷ്യൽ ഇഷ്യൂ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവരൊരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് മുന്നോട്ട് വരാം എന്ന് വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ ക്വീൻ ഓഫ് വാൻസ്.
ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്. ഇവിടെ ഇവരുടെ സ്പൗസ് കുറച്ച് കൺട്രോളിങ് ആണ്. അവിടെ അവർ കൺട്രോള് എല്ലാ രീതിയിലും ചെയ്യുന്നുണ്ട്. ഇവർ വളരെ പെയിൻ അനുഭവിക്കുന്നുണ്ട്, അവിടെ വേദന അനുഭവിക്കുന്നുണ്ട്. ഇവർ തേർഡ് പാർട്ടി കൂടുതലായിട്ടും പൈസ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത്. ഫോഴ്സ്ഫുള്ളി ആയിട്ട്, അതായത് പൈസ തന്നേ തീരൂ എന്നുള്ള രീതിയിൽ. ഇത് പാരൻസും ആവാം കേട്ടോ. കൺട്രോൾ എന്ന് വന്നാൽ അവിടെ ഒരു സിംഗിൾ പേഴ്സണായിട്ട് എടുക്കേണ്ടായത് പാരൻസും ആവാം. എത്രയോ പാരൻസ് അങ്ങനെ ഉണ്ട് കേട്ടോ. പാരൻസും ആവാം, അമ്മ മാത്രമാവാം, 2 പാരൻസും തന്നെ ആവാം. ഇവർക്ക് ഇവരെ ഭാര്യയും ഭർത്താവും രണ്ടും ആവാം. ഓക്കെ, അതേപോലെ എനർജി മാത്രം എടുത്താൽ മതി, പെണ്ണെന്നുള്ളത് അവിടെ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇവർ ഫൈനാൻഷ്യലി ഇവരെ വല്ലാതെ ഒരു ഇത് കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് പൈസ സമ്പാദിച്ച് കൊടുത്തോളണം എന്നുള്ള രീതിയിൽ അവരുടെ ഫൈനാൻസസ് മൊത്തം ഇവർ വാങ്ങിച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനത്തേക്ക് ഒരു സിറ്റുവേഷൻ. അവിടെ ഇവർ വളരെ പെയിനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവർ സഫർ ചെയ്യാണ് ആ ഒരു റിലേഷനിൽ കേട്ടോ. അതിപ്പോൾ സ്പൗസ് ആയാലും ശരി, പാരൻസ് ആയാലും ശരി, അവിടെ തേർഡ് പാർട്ടി ഏത് തരത്തിലായാലും ഇവരവിടെ വളരെയധികം പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓവർ കൺട്രോളാണ് അവിടെ കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ, ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഇവർക്ക് സാധിക്കുമോ? കിടന്ന് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് വരാൻ ഇവർക്ക് സാധിക്കുമോ? 5 ഓഫ് പെൻറ്റക്കിൾസ്, അവർ സ്റ്റക്കായിട്ട് ഇരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. കാരണം ഫൈനാൻഷ്യൽ ഇഷ്യൂ തന്നെയാണ് അവിടെ. പെൻറ്റക്കിൾസ് ആണ്, ലൈക്ക് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതേപോലെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം ആൻഡ് വോൺസും ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇവർ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോളിൽ, പാരൻ്റൽ കൺട്രോൾ അല്ലെങ്കിൽ സ്പൗസിൻ്റെ കൺട്രോൾ, അതിൽ ടോട്ടലി സ്റ്റക്കായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവിടെ ഒരു സെപ്പറേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി ഇവർ തകർന്നു പോകും, മനസ്സിലായില്ലേ? അതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ് ഇവർ ഇപ്പോൾ പാരൻസിൻ്റെ അടുത്തായാലും അവിടെ നിന്ന് ഇറങ്ങി നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് തീരുമാനിച്ചാൽ ഇവർ ഫൈനാൻഷ്യലി തകർന്നു പോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ് ഇവർ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. അവിടെ പെയിനാണ്. എന്താണ് ഫീലിംഗ് എന്ന് ചോദിച്ചാൽ വളരെ വേദനയോടെയാണ് അവർ ആ സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. ഓക്കെ, എത്രത്തോളം റെസനേറ്റ് ആകുന്നു എന്ന് പറയൂ. അപ്പോൾ നമുക്ക് 1-2 ദിവസം തരുമോ? എൻ്റെ ഇടയിൽ ഞാൻ ആൽഫബറ്റ്സ് വെച്ചിട്ട് ഇവരുടെ ഫീലിങ്സും തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സും നമുക്ക് വിശദമായിട്ട് നോക്കാം. അത് കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ പുതുതായിട്ട് ചാനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പിൻ്റെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണം കേട്ടോ. പിന്നെ വേറെന്താണ്, സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം നിങ്ങളുടെ എനർജിയിൽ ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സണൽ എനർജിയെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊരു ലിങ്ക് വേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ വേണമെന്ന് പറയുന്നത്. ഓക്കെ, ലൈവ് നമുക്ക് ഇനി മെമ്പേഴ്സ് ലൈവ് ഞാൻ അനൗൺസ് ചെയ്യാം അടുത്തത് എപ്പോഴാണെന്നുള്ളത്. സബ്സ്ക്രൈബേഴ്സ് ലൈവ് അഡീഷണൽ ഈ ആഴ്ച ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഞാൻ ലൈവ് വെക്കുന്നതിൻ്റെ തലേദിവസം ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാം കേട്ടോ. നാളെ ഒരു പക്ഷേ വീഡിയോ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. എനിക്ക് അമ്മയ്ക്ക് ചെക്കപ്പാണ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ ഡിലേ ആവുമെന്നറിയാമല്ലോ. ഇപ്പോൾ തിരിച്ച് വന്നിട്ട് റെക്കോർഡ് ചെയ്യാൻ സമയം കിട്ടുമോയെന്നറിയില്ല. കിട്ടുകയാണെങ്കിൽ ഇടാമെന്തെങ്കിലും, അല്ലെങ്കിൽ നാളെ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. സേഫായിരിക്കുക, ഹാപ്പി ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.